കർത്താവായ യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നിങ്ങളോട് സംസാരിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ നൽകിയ ഒരു ദൈവവചന ഭാഗത്തേക്ക് നിങ്ങളുടെ സവിശേഷമായ ശ്രദ്ധയെ ചോദിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറക, നിന്റെ വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, നല്ല വചനത്തിനായിട്ട് സ്തോത്രം. വളരെ ആഴമായി ഇന്ന് രാത്രിയിൽ ഞങ്ങളോട് സംസാരിക്കണമേ. ഇത് കേൾക്കുന്ന ജനത്തിന് ഒരു വലിയ വിടുതലായി തീരാൻ പ്രാർത്ഥിക്കുന്നു. വലിയ പരിവർത്തനം ഇന്ന് രാത്രി ഉണ്ടാകട്ടെ. തൃക്കരങ്ങളിലേക്ക് തരുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. എലീശ എന്ന് പറയുന്ന ഒരു ശക്തനായ ദൈവത്തിന്റെ പ്രവാചകൻ 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന ഭാഗം, ഒരു വീട് വലിയ പ്രതിസന്ധിയിലേക്ക് പോകുകയാണ്. സമാനതകളില്ലാത്ത വേദനയിലേക്ക് ഒരു വീട് ഇറങ്ങുകയാണ്. ഒന്ന്, ആ വീടിനകത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന വൈധവ്യം, ഭർത്താവ് ലോകത്തോട് വിട പറയുന്നു. 2, ചുമക്കുവാൻ കഴിയാത്ത കടഭാരം ഒരു ഭീകര സത്വം പോലെ ഒരു കുടുംബത്തിന്റെ മുൻപിൽ നിൽക്കുകയാണ്. 3, ആ കുടുംബത്തിന്റെ പ്രതീക്ഷയാകുന്ന തലമുറകൾ പിടിക്കപ്പെടാൻ പോകുകയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, നിരാശയുടെ വലിയ ഗർത്തത്തിൽ ആ വീട് നിൽക്കുകയാണ്. എടുത്തു പറയേണ്ട ദൈവത്തിന്റെ ദൂത്, ആ വീട്ടിലെ മരിച്ചുപോയ ഭർത്താവ് ഒരു ദൈവഭക്തനായിരുന്നു, ഒരു യഹോവ ഭക്തനായിരുന്നു. വലിയ പ്രശ്നത്തിലേക്ക് ഒരു വീട് കൂപ്പുകുത്തുമ്പോൾ സാധാരണ ആളുകൾ തിരഞ്ഞെടുക്കുന്ന ഒരു വഴിയും ആ വീട് തിരഞ്ഞെടുത്തില്ല. വേണമെങ്കിൽ മരിക്കാം, സൂയിസൈഡ് ചെയ്യാം, ജീവിതം തീർക്കാം, എല്ലാം നശിപ്പിക്കാം. പക്ഷെ ആ വീടെടുത്ത തീരുമാനം ഇതോടുകൂടെ നശിക്കാനല്ല, ഞങ്ങളുടെ വിഷയം ദൈവത്തിന്റെ മുമ്പിൽ വെക്കാൻ പോകുകയാണ്. ഞങ്ങളുടെ ഈ വലിയ ഭാരം, ഞങ്ങൾ അനുഭവിക്കുന്ന ഈ വലിയ നിരാശ, ഒരടി മുൻപോട്ട് വെക്കുവാൻ കഴിയാത്ത ഭീമാകാരമായ ഈ പ്രശ്നം ഞങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ വെക്കാൻ പോകുകയാണ്. ആ സഹോദരി ആ വീട് വിട്ടിറങ്ങി. അവൾ ഓടുകയാണ്. ചെല്ലുന്നത് പ്രവാചക ശ്രേഷ്ഠനായ എലീശയുടെ മുൻപിലേക്കാണ്. അവൾ പറഞ്ഞ വാക്ക് ശ്രദ്ധേയമാണ്. ദൈവദാസനെ, എൻ്റെ ഭർത്താവ്, നിന്റെ ദാസൻ, അദ്ദേഹം യഹോവ ഭക്തനാണ്. എന്നാൽ ഇപ്പോൾ ഞങ്ങളുടെ വീട് വലിയ പ്രതിസന്ധിയിലാണ്. കടക്കാർ ഞങ്ങളുടെ മക്കളെ പിടിക്കാൻ നിൽക്കുകയാണ്. തലമുറ തകരുന്നു, എൻ്റെ വീട് തകരുന്നു, എൻ്റെ സ്വപ്നങ്ങൾ തകരുന്നു, എൻ്റെ ഭാവി കാലം തകരുന്നു. എന്ത് ചെയ്യണം? എലീശ അവളോട് ചോദിച്ച ചോദ്യം, നിന്റെ വീട്ടിൽ എന്തുണ്ട് പറക, നിന്റെ വീട്ടിൽ എന്തുണ്ട് പറക. അവൾ ഒരുപക്ഷെ വിചാരിച്ചു കാണും, ദൈവദാസൻ വളരെ ഗൗരവമായിട്ട് അവളോട് പ്രാർത്ഥിച്ച് ഒരു ദൈവാലോചന. നോ, ചോദ്യം നിന്റെ വീട്ടിൽ എന്തുണ്ട്. ആ ചോദ്യത്തിന്റെ അർത്ഥം, നിന്റെ ഭർത്താവ്
ഭക്തി സൂക്ഷിച്ച ദൈവമനുഷ്യനാണെങ്കിൽ അവൻ അനുഭവിക്കുന്ന പ്രശ്നത്തിന്റെ സൊല്യൂഷൻ അവന്റെ വീടിന്റെ അകത്ത് തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാനിത് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് വലിയ പ്രശ്നങ്ങളാണ്. പക്ഷേ മാറായുടെ അടുത്ത് തന്നെ മരം കരുതിയ ദൈവം മോറിയായുടെ നെറുകയിൽ അബ്രഹാമിന് വേണ്ടി ഇസഹാക്കിന് പകരമായി ഒരു ആടിനെ കരുതിയ ദൈവം വളരെ ആഴമായി എന്നിൽ വാഴുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാൻ പറയുന്നു. ഈ രാത്രി നിങ്ങളുടെ ജീവിതത്തിന്റെ വിടുതലിന്റെ രാത്രിയായി മാറുകയാണ്. നിങ്ങളെ തകർക്കാൻ, നിങ്ങളെ വിഴുങ്ങാൻ, നിങ്ങളെ നശിപ്പിക്കാൻ നിൽക്കുന്ന ആ വലിയ പ്രശ്നത്തിന്റെ സൊല്യൂഷൻ നിങ്ങളുടെ തൊട്ടടുത്ത്, നിങ്ങളുടെ വീടിന്റെ അകത്ത് തന്നെയുണ്ട്. എലീശ ചോദിച്ചു, പറ, നിന്റെ വീട്ടിൽ എന്താ ഉള്ളത്? അവളുടെ വീടിന്റെ അവസ്ഥ, കടക്കാര് വന്ന് അവളുടെ വീട്ടിലുള്ളതെല്ലാം കവരുകയാണ്. അവളുടെ വീട്ടിലുള്ളതെല്ലാം കവരുകയാണ്. അവസാനം മക്കളെ പിടിക്കാൻ നിൽക്കുകയാണ്. എന്നിട്ടും എലീശയുടെ ചോദ്യം, പറ, നിന്റെ വീട്ടിൽ എന്തോ ഉണ്ട്? ഒറ്റ വാക്കിൽ പറയാം, ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു. ടേബിൾ കൊണ്ടുപോയി, കസേര കൊണ്ടുപോയി, കട്ടിൽ കൊണ്ടുപോയി, പാത്രങ്ങൾ കൊണ്ടുപോയി, എല്ലാം കൊണ്ടുപോയി. എന്നിട്ടും ചോദ്യം, പറ, നിന്റെ വീട്ടിൽ എന്തുണ്ട്? അവൾ പറഞ്ഞ മറുപടി, ഒരു ഭരണി എണ്ണയല്ലാതെ എൻ്റെ വീട്ടിൽ മറ്റൊന്നുമില്ല. രണ്ട് ദൂതുകൾ വളരെ ഗൗരവമായി പറയാം. ഒന്ന്, ശത്രു ഇതെല്ലാം അപഹരിക്കുമ്പോൾ ആ ഭരണിയിലെ എണ്ണയെ തൊടാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചില്ല. എന്തെല്ലാം കവരപ്പെടുമ്പോഴും അഭിഷേകം, പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ സാന്നിധ്യം അവളുടെ വീടിന്റെ അകത്ത് നിൽക്കുകയാണ്. രണ്ട്, അവൾ പറഞ്ഞ മറുപടി, ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നും ഞങ്ങളുടെ വീട്ടിൽ ഇല്ല. അതിൻ്റെ അർത്ഥം ഒരു പരിധിക്കപ്പുറം അവൾ ആ എണ്ണയ്ക്ക് വില കൊടുത്തില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ നിങ്ങളോട് എന്ത് സംസാരിക്കണമെന്ന് യേശുവിനോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ ദൈവത്തിന്റെ ദൂത് വളരെ ഗൗരവമായി ഞാൻ നിങ്ങളോട് പറയാം. പരിശുദ്ധാത്മാവിന് വില കൊടുക്കാത്തിടത്ത് നമ്മുടെ പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ്. നമ്മുടെ വെല്ലുവിളികൾ ആരംഭിക്കുകയാണ്. ഇന്ന് ഞാനിത് പ്രസംഗിക്കുമ്പോൾ ത്രിത്വത്തിൽ മൂന്നാമനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വീടുകളുടെ അകത്ത് ഇറങ്ങി നിൽക്കുകയാണ്. ഒരൊറ്റ മിനിറ്റ് പരിശുദ്ധാത്മാവിന് പ്രവർത്തിപ്പാൻ, പരിശുദ്ധാത്മാവിന് ചലിക്കാൻ, പരിശുദ്ധാത്മാവിന് മൂവ് ചെയ്യാൻ നിങ്ങൾ അവസരം കൊടുത്താൽ 2025 ഈ മാസം നിങ്ങളുടെ ജീവിതം ഒരു വലിയ അത്ഭുതത്തിന്റെ അധ്യായമാക്കി സ്വർഗത്തിലെ ദൈവം മാറ്റാൻ പോകുകയാണ്. എനിക്കൊന്നും ചെയ്യാനില്ല, എനിക്ക് മുൻപോട്ട് പോകാൻ മാർഗമില്ല. പക്ഷേ അവൾ ആ വിഷയം ഓടിക്കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ വെക്കുകയാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ അറിയണം, നിങ്ങളുടെ ഭാരങ്ങൾ തമ്പുരാന്റെ മുമ്പിൽ കൊണ്ടുവെക്ക്. നിങ്ങളുടെ ഭാരങ്ങൾ ദൈവ സാന്നിധ്യത്തിന്റെ മുൻപിൽ വെക്ക്. ഞാൻ സാധാരണ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, കയ്യിൽ കടിച്ചു തൂങ്ങിയ പാമ്പ് അവിടെ ഇരിക്കട്ടെ എന്നല്ല പൗലോസ് വിചാരിച്ചത്. തൻ്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്താൽ അവൻ അതിനെ കുടഞ്ഞു കളയുകയാണ്. എനിക്കറിയില്ല, ഇന്ന് രാത്രി ചില തലമുറകളെ തകർക്കാൻ കേറി ചുറ്റിയ ചില പ്രശ്നങ്ങൾ, കുടുംബജീവിതത്തെ മുടിക്കാൻ, നശിപ്പിക്കാൻ, വേരോടെ പറിക്കാൻ കേറി ചുറ്റിയ ചില പ്രശ്നങ്ങൾ, നിന്റെ സാമ്പത്തിക അനുഭവങ്ങളെ നശിപ്പിക്കാൻ നിന്റെ വീടിനകത്ത് കേറി ചുറ്റിയ ചില പ്രശ്നങ്ങൾ,
അത് തന്നെ അഴിഞ്ഞു പോകുമെന്ന് ചിന്തിക്കരുത്. നിന്റെ മേൽ ഒരു അഭിഷേകം കിടപ്പുണ്ട്. അതിന് കൊടയാൻ, അതിനെ ഒന്ന് പറിച്ചെറിയാൻ. അത് നിന്റെ മേൽ വാഴരുത്, അത് നിന്റെ കുടുംബത്തിൽ വാഴരുത്, അത് നിന്റെ തലമുറയുടെ മേൽ വാഴരുത്. അതിനെ ഒന്ന് കുടഞ്ഞെറിയാൻ ഇന്ന് രാത്രി നീ തയ്യാറായാൽ ആ പ്രശ്നം എന്നേക്കുമായി. ഞാൻ വളരെ ഗൗരവമായിട്ടൊരു ദൂത് നിങ്ങളോട് പറയാം. മെലീത്തയിൽ വെച്ച് പൗലൂസിനെ പാമ്പ് കടിക്കുന്നുണ്ട്. ആ ദ്വീപ് മുഴുവൻ കാത്തിരിക്കുന്നത് പൗലൂസിന്റെ മരണത്തിന് വേണ്ടിയാണ്. ആ ദ്വീപ് മുഴുവൻ കാത്തിരിക്കുന്നത് ഒരു ദൈവ മനുഷ്യന്റെ തകർച്ചയ്ക്ക് വേണ്ടിയാണ്. ചുറ്റുപാട് മുഴുവൻ, നാട്ടുകാര് മുഴുവൻ, വീട്ടുകാര് മുഴുവൻ, അറിയുന്നവരെല്ലാം കാത്തിരിക്കുന്നത് ഒരു ദൈവ മനുഷ്യന്റെ തകർച്ചയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ അവർ കാണാൻ പോകുന്നത് നിന്റെ തകർച്ചയല്ല, മറിച്ച് നിന്നെ കടിച്ച പാമ്പ്, നിന്നെ കടിച്ച പ്രശ്നം, നീ അനുഭവിക്കുന്ന വെല്ലുവിളി, നീ അനുഭവിക്കുന്ന പോരാട്ടം എന്നേക്കുമായി ഇല്ലാതെയാകുന്നത് അവരെ കാണാൻ പോകുകയാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, വാഗ്ദത്തം ഉള്ളവന് നേരെ ഒരു പ്രോബ്ലം വന്നാൽ അത് നിന്റെ അവസാനമല്ല, അത് ആ പ്രോബ്ലത്തിന്റെ അവസാനമാണ്. വാഗ്ദത്തം ഉള്ളവനെതിരെ ഒരു വെല്ലുവിളി വന്നാൽ അത് നിന്റെ അവസാനമല്ല, അത് ആ പ്രശ്നത്തിന്റെ അവസാനമാണ്. ഈ ദൂതിന്റെ ഗൗരവത്തിലേക്ക് നമുക്ക് വരാം. ഒരു വീട് വലിയ പ്രോബ്ലത്തിൽ, ഒന്ന് വൈധവ്യം, ഒരു മരണം ആ വീട്ടിൽ നടന്നു. ആര്? യഹോവ ഭക്തന്റെ മരണം. മിച്ചം വെച്ചതോ ഒരു കെട്ട് കടം, താങ്ങാൻ കഴിയാത്ത കടം ആ വീട്ടിൽ ഇങ്ങനെ അട്ടിയടങ്ങി നിൽക്കുകയാണ്. അപ്പോൾ തന്നെ തലമുറകളുടെ മേൽ ആ പ്രശ്നം പാമ്പ് പോലെ കയറി ചുറ്റുകയാണ്. കുഞ്ഞുങ്ങളെ പിടിക്കാൻ നിൽക്കുകയാണ് ആളുകൾ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എല്ലാം തകർന്ന് സ്വപ്നങ്ങളെല്ലാം തുരുമ്പടിച്ച് ക്ലാവ് പിടിച്ചു നിൽക്കുമ്പോൾ ഏലീശ എന്ന് പറയുന്ന ദൈവ മനുഷ്യന്റെ മുൻപിൽ, ഞാൻ ആ വാക്ക് ഇച്ചിലൂടെ കയറ്റി പറയാം, ദൈവ സാന്നിധ്യത്തിന്റെ മുൻപിൽ ആ വിഷയം കൊണ്ടുവച്ചു. ഏലീശയുടെ ചോദ്യം, നിന്റെ വീട്ടിൽ എന്തുണ്ട്? മറുപടി, ഒരു ഭരണി എണ്ണ. ഏലീശ പറഞ്ഞു വിട്ട വാക്ക്, നീ ആ ഭരണിയിൽ കയറി തൊടുക, നിന്റെ വിടുതൽ ആ ഭരണിക്കകത്തുണ്ട്. ഒറ്റ വാക്ക് കയറ്റി പറയാം, ആ എണ്ണയിൽ നിന്റെ വിടുതൽ ഉണ്ട്, ആ എണ്ണയ്ക്കകത്ത് നിന്റെ വിടുതൽ ഉണ്ട്. ഇന്ന് രാത്രി ഞാനിത് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ ഒരു ഭയങ്കര സർവൈവ് ചില വീടുകൾക്കകത്ത് നടക്കാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാ. അങ്ങ് ഹോരേബിൽ ഒരു മുൾപ്പടർപ്പ് നിന്ന് കത്തുകയാ. മോശ വിചാരിച്ചു ഇപ്പോൾ ഇത് ചാരമായി നിലംപൊത്തുമെന്ന്. കണ്ടവർ വിചാരിച്ചു ഇപ്പോൾ ഇതോടുകൂടെ എല്ലാം തകർന്നു, ഇപ്പോൾ ചാരമായി ഇത് നിലംപൊത്തുമെന്ന്. പക്ഷേ അവർ തന്നെ വല്ലാതെയാകുകയാ. അവർ ചിന്തിച്ച സമയം കഴിഞ്ഞിട്ടും മുൾപ്പടർപ്പ് അതുപോലെ ചാരമാകാതെ, വെണ്ണീറാകാതെ, കരിയാതെ, ഉടയാതെ, ഉലയാതെ അതുപോലെ അവിടെ നിൽക്കുകയാണ്. ദൈവം ഒരുത്തനെ നിർത്തണമെന്ന് തീരുമാനിച്ചാൽ അവനെ ഇല്ലായ്മ ചെയ്യാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഈ സഹോദരിയോട് പറഞ്ഞു, നീ ആ ഭരണി എടുക്കണം, എന്നിട്ട് അയൽവക്കത്തെ വീടുകളിൽ പോയി വെറും പാത്രങ്ങൾ നിങ്ങൾ ശേഖരിക്കണം. ശൂന്യമായ പാത്രങ്ങൾ നിങ്ങൾ ഒന്ന് വിഷ്വലൈസ് ചെയ്ത്, ആ നാട്ടിലുള്ള ശൂന്യമായ വെറും പാത്രങ്ങളെല്ലാം ഇവളുടെ വീടിനകത്തോട്ട് വന്നു കയറുകയാണ്. സ്വന്തം വീട്ടിലെ പ്രശ്നം പോലും താങ്ങാൻ കഴിയാതെ വാവിട്ട് കരഞ്ഞ് കണ്ണിനെ കടലാക്കിയ, നെഞ്ച് നെരിപ്പോട് പോലെ നീറ്റിയ ഒരു പാവം സഹോദരിയുടെ മക്കളുടെ അടുത്തേക്ക് നാട്ടിലെ മുഴുവൻ ശൂന്യതകൾ വന്നു കയറുകയാണ്. വെറും പാത്രങ്ങളെല്ലാം ആരോടും പറയാതെ ആ ദേശം അനുഭവിച്ച എല്ലാ ശൂന്യതയുടെ പാത്രങ്ങളും അവളുടെ വീടിനകത്തോട്ട് വന്നു കയറുകയാ. എന്തിനാണെന്നറിയാമോ? ഈ ഒരു ഭരണിയില് ഈ എണ്ണ ഒന്ന് പകരാൻ
നാട് മുഴുവൻ വരികയാ. ആമേൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആത്മാവിൽ ചിന്തിച്ച്, നിനക്ക് ഈ പ്രോബ്ലം വന്നത്, നിനക്ക് ഈ താങ്ങാൻ കഴിയാത്ത വലിയ പ്രശ്നം വന്നത് നിന്നെ തകർക്കാനല്ല, നിന്റെ ദേശം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയൊരു ശുശ്രൂഷ, വലിയൊരു പകർച്ച, വലിയൊരു നിറവ് നിന്റെ വീടിനകത്തുനിന്ന് തുടങ്ങാൻ എൻ്റെ ദൈവം പദ്ധതി ഇട്ടിരിക്കുകയാ. പലപ്പോഴും നമുക്ക് ദൈവത്തിൻ്റെ ഹൃദയത്തെ വായിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. ദൈവം എന്താ ചിന്തിക്കുന്നത്? നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. കടലിൻ്റെ മേളിൽ കൂടെ നടക്കുന്ന പത്രോസിനെ ദൈവം സ്വപ്നം കാണുകയാണ്. ആമേ, കടലിൻ്റെ തിരയെ ചവിട്ടി ചവിട്ടി നടന്നു വരുന്ന പത്രോസിനെ ദൈവം സ്വപ്നം കാണുമ്പോൾ, ആ ശുശ്രൂഷ നടക്കുന്നതിന് മുമ്പുള്ള 9 മണിക്കൂറുകൾ പത്രോസിനെ വലച്ച ഏറ്റവും വലിയ പ്രോബ്ലം ഈ തിരമാലയാണ്. ഏറ്റവും വലിയ പ്രശ്നം ഈ കടലാണ്. അപ്പോൾ ഇന്ന് നിന്നെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്ന പ്രശ്നം എന്താണോ, നാളെ അതിൻ്റെ മേൽ നിനക്കൊരു ശുശ്രൂഷ ചെയ്യാനുണ്ട്. നിന്നെ ഏറ്റവും കൂടുതൽ വലയ്ക്കുന്ന, നിന്നെ ഒലയ്ക്കുന്ന, നിന്നെ ഉടയ്ക്കുന്ന പ്രോബ്ലം എന്താണെങ്കിലും അതിൻ്റെ മേൽ നിനക്കൊരു മിനിസ്ട്രി ഉണ്ട്. നീ പോലും അറിയാതെ നിന്നെ ഒരു ആത്മീക ഇമ്മ്യൂണിറ്റിയിലേക്ക് സ്വർഗം നയിക്കുകയാണ്. നമ്മൾക്കത് പലപ്പോഴും നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നു, അപ്പ നീ എന്നെ മറന്നോ? ഭക്തനായിട്ട് നീ എന്നെ ഉപേക്ഷിച്ചോ? നീ എന്നെ തള്ളിക്കളഞ്ഞോ? ഡോണ്ട് വറി, ധൈര്യമായിട്ടിരിക്കും. ഒരു ഭയങ്കര സർവൈവ് നടക്കാൻ പോകുകയാണ്. നിങ്ങൾ ചിന്തിക്കാത്ത നാട്ടിലെ ശൂന്യമായ പാത്രം മുഴുവൻ അവരുടെ വീട്ടിലേക്ക്, നിങ്ങൾ ഗൗരവമായിട്ട് തന്നെ കേൾക്കണം, അവരുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ആ വീട്ടുകാരോട് തമ്പുരാൻ പറഞ്ഞു, പകര് 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 പകര്, ആ എണ്ണ പകര് എന്ന് പറഞ്ഞാൽ നീ വില കൊടുക്കാതെ നിന്റെ വീടിൻ്റെ മൂലയിലോട്ട് മാറ്റിയ ഹോളി സ്പിരിറ്റ് എണ്ണ നിന്റെ വീടിനകത്ത് ഒഴുകട്ടെ. നീ നിർത്തിവെച്ച അന്യഭാഷ തുടങ്ങ്, നീ നിർത്തിവെച്ച ആരാധന തുടങ്ങ്, നീ നിർത്തിവെച്ച കൈയടി തുടങ്ങ്. ആരോ പറയുന്നത് കേട്ട് നീ അവസാനിപ്പിച്ച അഭിഷേകത്തിന്റെ നൃത്തം ഇന്ന് രാത്രി തുടങ്ങാൻ അഭിഷേകത്തിന് ഒഴുകാൻ നിന്റെ വീട്ടിൽ അവസരം ഉണ്ടാകട്ടെ. ഹോളി സ്പിരിറ്റിന്, പരിശുദ്ധാത്മാവിന് ചലിക്കാൻ നിന്റെ വീട്ടിൽ അവസരം ഉണ്ടാകട്ടെ. ആമേൻ. ഈ സ്ത്രീ ആ ഭരണി എടുത്ത് വെറും പാത്രത്തിലേക്ക് പകരാൻ തുടങ്ങി. ആമേൻ. പാത്രങ്ങൾ നിറയാൻ തുടങ്ങി. അവിടെ എഴുതിയിരിക്കുന്നത്, നിറഞ്ഞ പാത്രങ്ങൾ മക്കൾ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. ഒരു സൈഡിലേക്ക്. ഇനി ഞാൻ നിങ്ങളോടൊരു ചിന്ത പറയാം പ്രിയപ്പെട്ടവരെ. ആ വീടിനകത്ത് കിടക്കുന്ന മിഷണറീസ് എല്ലാം നാട്ടുകാരെടുത്തോണ്ട് പോയപ്പോൾ, ഒരു പക്ഷേ നിങ്ങൾ നോർമലി ഒന്ന് ചിന്തിച്ച്, ഒരു യഹോവ ഭക്തന്റെ വീടല്ലേ, എത്ര ദൈവദാസന്മാർക്ക് വെച്ചു വിളമ്പിയ വീടാ, എത്ര ദൈവദാസന്മാർക്ക് ഭക്ഷണം കൊടുത്ത വീടാ, എത്ര ദൈവദാസന്മാരെ പോറ്റിയ വീടാ, എത്ര പേർക്ക് ആഹാരം കൊടുത്ത മേശയാ. ആ മേശ കടക്കാരെടുത്തുകൊണ്ട് പോയപ്പോ ആ സ്ത്രീയുടെ നെഞ്ച് പൊട്ടിക്കാണ്. എത്ര അഭിഷിക്തന്മാർ ഇരുന്ന കസേരയാണ് കടക്കാരെടുത്തുകൊണ്ട് പോയപ്പോ അവളുടെ നെഞ്ച് പൊട്ടിക്കാണ്. അവൾ ഓർത്തു ദൂതന്മാർ ഇറങ്ങി വന്ന് തടയുമെന്ന്. അവൾ ഓർത്തു ദൈവം നേരിട്ടിറങ്ങുമെന്ന്. പക്ഷേ സ്വർഗം അനങ്ങിയില്ല. ഒരു ഭക്തന്റെ വീട്ടിൽ കൊടിയ നഷ്ടങ്ങളുടെ തുടർക്കഥകൾ സംഭവിക്കുമ്പോൾ ദൈവം മൗനനായിട്ടിരിക്കുന്നു. ആ ടേബിൾ കൊണ്ടുപോയി. ഇപ്പോൾ നിങ്ങൾ നോക്ക്, വലിയൊരു ഓഡിറ്റോറിയം ശൂന്യമായി കിടക്കുന്നത് പോലെ അവളുടെ വീട് ശൂന്യമായി കിടക്കുകയാണ്. നെഞ്ചു പൊട്ടുന്ന വേദനയോടെ അവൾ ഒരു ദിവസം ദൈവത്തോട് ചോദിച്ചു, എൻ്റെ കർത്താവേ, ഇരിക്കാൻ ഒരു കസേര പോലും മിച്ചമില്ലാതെ എല്ലാം ശത്രു അപഹരിച്ചപ്പോൾ എന്തുകൊണ്ടാ നീ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? ഇന്നവൾക്ക് മനസ്സിലായി, ഒരു കൂട്ടം പാത്രം എൻ്റെ പുരയ്ക്കകത്ത് നിരത്താനുള്ളത് കൊണ്ട് തടസ്സമായി അതിനെല്ലാം ദൈവം മാറ്റുകയാണ്. നേരത്തെ ഒന്നറിയാതെ എൻ്റെ ദൈവം മറ്റൊരു കാര്യം ചെയ്യില്ല. ഞാൻ ആ വാക്കൊന്നുകൂടെ ആവർത്തിക്കാം. ഏതെങ്കിലുമൊക്കെ നഷ്ടത്തിൽ കൂടെ നീ പോകുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോ, ദൈവം കണ്ണടച്ചതല്ല, അതിൻ്റെ പുറകിൽ ഒരു വലിയ ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടായി വരുന്നുണ്ട്. അവൾ പാത്രം പകരാൻ തുടങ്ങി. ആമേൻ. പാത്രം നിറഞ്ഞ് മാറ്റി വെക്കുന്നു, ഒഴിഞ്ഞത് ചേർത്ത് വെക്കുന്നു.
അവിടെ എഴുതിയിരിക്കുന്നത് പാത്രം നിന്നു എണ്ണയുടെ ഒഴുക്ക് നിന്നു. ഇനി ആ ദൂതിന്റെ ഗൗരവങ്ങളിലേക്ക് ഞാൻ കയറി വരാം. നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ എന്നെ കേട്ടാട്ടെ. ആ വീടിനകത്ത് വലിയൊരു പകർച്ച നടക്കുകയാ. അങ്ങനെയാണെങ്കിൽ നീ അനുഭവിക്കുന്ന തകർച്ചകൾ പകർച്ചകളിലേക്കല്ലേ പോകുന്നത്? നീ അനുഭവിക്കുന്ന വേദനകൾ ദൈവപ്രവൃത്തിയിലേക്കല്ലേ പോകുന്നത്? ഒരിക്കലും ആമേൻ ദുഃഖത്തിന്റെ വെള്ളിയിൽ നിന്ന് ആമേൻ വ്യാഴത്തിലേക്കല്ല സഞ്ചാരം. ദുഃഖത്തിന്റെ വെള്ളിയിൽ നിന്ന് നിശബ്ദതയുടെ ശനിയിലേക്ക് കയറി ഉയർപ്പിന്റെ ഞായറിലെത്തുകയാണ് ദൈവപ്രവൃത്തി. ഒരിക്കലും നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുന്നത് തകർച്ചയിലേക്കല്ല. നിങ്ങൾക്ക് വിചാരിക്കാൻ കഴിയാത്ത ചില ദൈവപ്രവൃത്തികൾ അതിൻ്റെ പുറകിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കാൻ ഈ ദൂത് ഞാൻ പറയുമ്പോൾ, ഈ വചനം ദൈവമാണ്. ഈ വചനം ഇരുവായ്ത്തലയുള്ള വാളാണ്. ഈ ദൂത് ചില വീടുകൾക്കകത്ത് ഒരു വലിയ ഡെലിവറൻസ് ഇന്ന് രാത്രി ഉണ്ടാക്കുന്നു. Glory to God. ആ വചനം അങ്ങനെ തന്നെ ചലിക്കുകയാണ്. ആമേൻ. ഈ വീടിന്റെ ശൂന്യതകൾ ഇവിടെ എണ്ണ പകർന്ന് പകർന്ന് പാത്രം നിറഞ്ഞു കഴിയുമ്പോൾ ദൈവത്തിന്റെ ദൂത് എണ്ണ വിൽക്കുക. എന്നിട്ട് 1 നീ കടം വീട്ടുക, 2 നീ ഉപജീവനം കഴിക്കുക. 2 വാക്കുകൾ ഒരിക്കലും മറക്കല്ലേ പ്ലീസ്. 1 കടം വീട്ട്, 2 ഉപജീവനം കഴിക്കുക. ആ വാക്കൊന്ന് ആത്മാവിൽ അപഗ്രഥിച്ച്. 1 എൻ്റെ പ്രതിസന്ധി തീർക്കാൻ അഭിഷേകത്തിന് കഴിയും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എൻ്റെ പ്രതിസന്ധിയെ മാനേജ് ചെയ്യാൻ അഭിഷേകത്തിന് കഴിയും. നാട്ടുകാർ പറയുമായിരിക്കും ഇത്രയും പ്രശ്നം ഉണ്ടാകുമ്പോൾ ചുമ്മാ ഇരുന്നുകൊണ്ട് പാടി പ്രാർത്ഥിച്ച് അന്യഭാഷയും പറഞ്ഞ് ആത്മാവിൽ ആരാധിച്ച് തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നൊക്കെ ചോദിക്കുന്നവരാണ്. അവർക്കറിയില്ലല്ലോ പരിശുദ്ധാത്മാവിൻ്റെ പവർ. പരിശുദ്ധാത്മാവിന്റെ ഒഴുക്കിനാൽ 1 നിന്റെ ബാധ്യതകൾ മാറും, 100% മാറും. 2 ബാധ്യത മാറുക മാത്രമല്ല, ഇനി മരണം വരെ നീ കൈ നീട്ടാതിരിക്കാൻ നിനക്ക് ജീവിക്കാനുള്ള നന്മ ഈ അഭിഷേകത്തിന്റെ അകത്തുണ്ട്. ഇനി അതിന്റെ അർത്ഥം എന്നാണെന്നറിയോ? ആമേൻ. നിരാശപ്പെടാൻ ഒരു സീസൺ ദൈവം അനുവദിച്ചു. അടുത്ത സീസൺ നിരാശയല്ല. ഇനി നിനക്ക് ആ നിന്ന് അനുഭവിച്ച ദേശത്ത് ഒരു രാജാവിനെ പോലെ വസിക്കാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എണ്ണ, പരിശുദ്ധാത്മാവിന്റെ ഒഴുക്ക് ഒരു വീടിനെ കൊണ്ടുപോക്ക് കണ്ടോ? ആ വീട്ടിലെ വൈധവ്യം, കടഭാരം, തലമുറയുടെ പ്രോബ്ലം, ഈ വീട് അനുഭവിച്ച വലിയ പ്രശ്നത്തെ ആത്മാവിന്റെ എണ്ണയുടെ ഒഴുക്ക് മാനേജ് ചെയ്തെങ്കിൽ ഇന്ന് രാത്രി ഞാൻ കേട്ട ദൈവശബ്ദം മറകൂടാതെ നിങ്ങളോട് പറയാം. നിങ്ങൾ ഏത് രാജ്യത്ത്, ഏത് ജോലി സ്ഥലത്ത്, വണ്ടിയിലോ എവിടെയെങ്കിലും ഇരിക്കുക, പക്ഷേ ഹോളി സ്പിരിറ്റിന്റെ വലിയ ചലനം നിങ്ങളുടെ വീട്ടിൽ ഇന്ന് രാത്രി നടക്കാൻ പോവാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ റിയലി ഐ ഫീൽ ദ പ്രസൻസ് ഓഫ് ഗാഡ്. ഞാനത് അനുഭവിക്കുന്നുണ്ട് ഇന്ന് രാത്രി. വെറുതെ പറയുന്നതല്ല. എവിടെയോ ലോകത്തിൽ ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത ചില പ്രശ്നങ്ങളുടെ കിഴിക്കെട്ടുകൾ ദൈവാത്മാവ് ഇന്ന് രാത്രി എടുത്ത് അതിനെ ഇല്ലായ്മ ചെയ്യാൻ പോകുകയാണ്. നിങ്ങളും ആഴത്തിൽ വിശ്വസിച്ച്, ഞാൻ പോകേണ്ടത് ട്രെയിനിന്റെ മുൻപിൽ ചാടാനല്ല, ഞാൻ പോകേണ്ടത് കെട്ടിത്തൂങ്ങാനല്ല, വിഷം കഴിക്കാനല്ല, ദൈവത്തെ പഴിക്കാനല്ല, ദൈവത്തെ തള്ളാനല്ല. ആത്മാവിൽ ഇതിന് സൊല്യൂഷൻ ഉണ്ട്. ഹോളി സ്പിരിറ്റിൽ സൊല്യൂഷൻ ഉണ്ട്. ഞാൻ ആ ദൂത് കുറച്ചും കൂടെ ഒന്ന് ഗൗരവത്തിൽ നിങ്ങളുടെ പക്കലെത്തിക്കാം. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം സമയം കിട്ടുമ്പോൾ നിങ്ങൾ വായിക്കണം. ആ 8-ാം അധ്യായത്തിൽ നോഹയുടെ പെട്ടകം അരരത്ത് പർവ്വതത്തിൽ ഉറച്ചു കഴിഞ്ഞപ്പോൾ നോഹ ആ പെട്ടകത്തിൽ നിന്ന് ഒരു പ്രാവിനെ പുറത്തേക്ക് വിടുന്നു. പെട്ടകത്തിന്റെ അകത്തുനിന്ന് ഒരു പ്രാവ് പുറത്തേക്ക് വരുന്നു. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക്, ഈ പ്രാവ് പറന്നു വരുമ്പോൾ ഒരു ഒലിവിന്റെ ഇല, അതാ ഒരു പച്ച ഒലിവിന്റെ ഇല. ഒറ്റ വാക്കിൽ അതൂത് പറഞ്ഞു തീർക്കാൻ പറ്റുമോ? 200-ലധികം ദിവസം ലോകം കണ്ട ഏറ്റവും വലിയ പ്രളയം നടന്നിരിക്കുകയാ. വടുവൃക്ഷങ്ങൾ കടപുഴകി, ഇല ചീഞ്ഞു, ഫലം ചീഞ്ഞു, എല്ലാം നശിച്ചു. ആമേൻ. ഭൂമിക്ക് മുകളിൽ നിന്ന് ഉയർന്നു നിൽക്കാൻ ഒരു വൃക്ഷവും, ഒരു മരച്ചില്ലയും, ഒരിലയും, ഒരു
ഫലവുമില്ലാതെ എല്ലാം ചീഞ്ഞ് തരിപ്പണമായി ഈ മണ്ണിൽ അമർന്നു കിടക്കുമ്പോൾ ആമേൻ 8-ാം അധ്യായത്തിൽ ആമേൻ എഴുതി വെച്ചു, ഓരോ ഒലിവിന്റെ ഇല വെള്ളത്തിന്റെ മേളിൽ വന്ന് നിൽക്കുകയാ. എല്ലാവരെയും പ്രശ്നം തകർത്തു, എല്ലാവരെയും പ്രശ്നം ഉടച്ചപ്പോൾ ഒരില മാത്രം മേളിൽ വന്ന് നിൽക്കുകയാ. ഞാൻ ഈ ഒലിവിന്റെ ഇലയോട് ചോദിച്ചു, നിന്നേക്കാൾ വലിയ ഇലകൾ വേറെ ഇല്ലേ? യോഗ്യതയുള്ളവരില്ലേ? വിദ്യാഭ്യാസം ഉള്ളവരില്ലേ? കഴിവുള്ളവരില്ലേ? നീ എങ്ങനെയാ ഇവരുടെയൊക്കെ നടുവിൽ മേളിൽ വന്നത്? ആ ഇല പറഞ്ഞ വാക്ക് കേൾക്കണോ? ഞാൻ ഒലിവിന്റെ ഇലയാണ്. ഞാൻ ആ വാക്കൊന്നുകൂടി ആവർത്തിക്കട്ടെ, ഞാൻ ഒലിവിന്റെ ഇല. എന്താ പ്രത്യേകത? നിങ്ങൾ കാണുന്ന ഇലയുടെ രൂപമല്ല, നിങ്ങൾ കാണുന്ന പച്ചപ്പല്ല. ഈ എൻ്റെ ഞരമ്പുകളിൽ എണ്ണയുണ്ട്. എന്നെ ഇടിച്ചെടുത്താണ് ആലയത്തിൽ ആമേൻ വിളക്ക് കത്തിക്കുന്നത്. എൻ്റെ അകത്ത് എണ്ണയുണ്ട്. എന്നിട്ട് ആ ഒലിവല പറഞ്ഞ വാക്ക് കേൾക്കണോ? ഈ എണ്ണയുള്ളവന് താന്നു കിടക്കാൻ പറ്റുകയില്ല. ഈ എണ്ണയുള്ളവന് എത്ര പ്രശ്നം ഉണ്ടായാലും അവനതിൻ്റെ മേളി വന്നിരിക്കുമെന്ന്. നിങ്ങൾക്ക് ആ ഭവനത്തിൽ ഇരുന്ന് ഒന്ന് അന്യഭാഷ പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കാവോ? അഭിഷേകം ഉള്ളവനെ അവൻ എത്ര മൂടിയാലും അവൻ വെളിയിൽ വന്നിരിക്കും. അഭിഷേകം ഉള്ളവരെ എത്ര മൂടിയാലും അവർ പുറത്തു വന്നിരിക്കും. ഏത് പ്രശ്നം, ഏത് പോരാട്ടം, ഏത് വെല്ലുവിളി അവന്റെ നേരെ തുറന്നു വിട്ടാലോ അവൻ പുറത്തു വന്നിരിക്കും. ഒലിവിന്റെ ഇല മേളിൽ വരും. ഇന്ന് രാത്രി ഞാനിത് പ്രസംഗിക്കുമ്പോൾ ആരൊക്കെയോ ഒരു വലിയ സർവൈവിലേക്ക്, അതിജീവനത്തിലേക്ക്. ഇല്ല, നിന്റെ ചരിത്രം തീർന്നില്ല. ഇല്ല, നീ അവസാനിച്ചില്ല. നിന്റെ തലമുറ മുടിഞ്ഞില്ല. നിന്റെ ബിസിനസ് തകർന്നില്ല. അവൻ വെട്ടിയ ഒരു മരക്കുറ്റിയിൽ നിന്ന് പൊട്ടിക്കിളിർക്കുന്നത് പോലെ പുതിയ ദൈവിക പ്രോജക്റ്റ്. അറിയില്ല, എല്ലാം തീർന്നെന്ന് നീ പറയുന്നിടത്ത് സ്വർഗത്തിന്റെ കരം ചലിക്കാൻ തുടങ്ങാം. നിങ്ങൾ നോക്ക്, ഒലിവിന്റെ ഇല സൂര്യന്റെ വെട്ടം കണ്ടപ്പോഴേ തലപൊക്കി. അതാ തളിർത്ത ഒരു പച്ച ഒലിവിന്റെ ഇല. ഞാൻ ഈ ഒലിവലയോട് ചോദിക്കുന്നു, ആമേൻ, എല്ലാവരും ഇല്ലായ്മയായില്ലേ? അതേ പ്രശ്നത്തിൽ നീയും കിടന്നില്ലേ? എല്ലാവരും തകർന്നില്ലേ? അതേ പോരാട്ടത്തിൽ നീയും കിടന്നില്ലേ? നീ മാത്രം എങ്ങനെയായി തലപൊക്കി മേളിൽ വന്നത്? ആമേ, ഒലിവല പറയുന്ന ഒരൊറ്റ ദൂത്, എൻ്റെ അകത്ത് വ്യക്തിപരമായൊരു എണ്ണയുടെ ഒഴുക്കുണ്ട്. ഓ ഹല്ലേലൂയ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ പ്രിയപ്പെട്ടവർ. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? യഹൂദ ബാലന്മാര് ബാബിലോണിലെ 7 ഇരട്ടി വർദ്ധിപ്പിച്ച തീക്കകത്തിടുന്നതിന് മുമ്പ് അവിടെ ഒരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട്, അവരുടെ കാലിൽ കാൽച്ചട്ടയിട്ട് മുറുക്കിയെന്ന്. എന്ന് പറഞ്ഞാൽ നടക്കാൻ മേല. അവരെ ലോക്ക് ചെയ്ത് തീക്കകത്തിട്ട് കത്തിച്ച് കരിച്ച് ഉരുക്കി ചാമ്പലാക്കാനുള്ള ഒരു കാൽച്ചട്ടയിട്ട് ലോക്ക് ചെയ്ത്, ഒരു കൂച്ചുവിലങ്ങിട്ട് അവരെ ലോക്ക് ചെയ്തു. പക്ഷേ എൻ്റെ ബൈബിളിനകത്ത് ഞാൻ വായിച്ചത്, അവര് തീക്കുണ്ടത്തിൽ കിടന്ന് കത്തുകയല്ല, മറിച്ച് അവരതിൻ്റെ അകത്തൂടെ നടക്കുകയാണ്. അവരതിൻ്റെ അകത്തൂടെ നടക്കുകയാ. എന്താ ദൂതിൻ്റെ അർത്ഥമെന്നറിയാമോ? ബാബിലോണ്യ കാൽച്ചട്ടകൾക്ക് അഭിഷേകമുള്ളവന്റെ മൂവ്മെന്റുകളെ ബ്ലോക്ക് ചെയ്യാൻ അവകാശമില്ല. പിശാച് എത്ര കാൽച്ചട്ട ഇട്ട് മുറുക്കിയാലും അഭിഷേകമുള്ളവൻ ചലിച്ചുകൊണ്ടേയിരിക്കും. ബാബിലോണിയ ശക്തികൾക്ക് അവനെ ലോക്ക് ചെയ്യാൻ, അവനെ ബ്ലോക്ക് ചെയ്യാൻ ഒരു കാലത്തും സാധ്യമല്ല. നിങ്ങൾ വിശ്വസിച്ച്, നിനക്ക് മൂവ് ചെയ്യാൻ കഴിയാതെ, നിന്റെ തലമുറയ്ക്ക് ചലിക്കാൻ കഴിയാതെ, നിന്റെ മിനിസ്ട്രിക്ക് ചലിക്കാൻ കഴിയാതെ, നിന്റെ ആരോഗ്യത്തിന് ചലിക്കാൻ, ഓ ഗ്ലോറി ടു ഗോഡ്, പിശാചിട്ട ലോക്കുകൾ ഞാൻ ആത്മാവിൽ കാണുന്നു. ഇന്ന് രാത്രി ആ പൂട്ട് ദൈവം പൊളിക്കുകയാണ്. ആ പൂട്ട് വിശ്വസിക്കുന്നവര് ആ കരം ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്ത് തുടങ്ങിയാട്ടെ. എവിടെയോ ചില കൊച്ചുങ്ങളുടെ വിദ്യാഭ്യാസത്തിനെതിരെ പിശാചിട്ട ലോക്ക്, ചിലരുടെ ഭാവിക്കെതിരെ ചിലന്തി വലയിൽ ഒരു പ്രാണിയെ കുടുക്കുന്നത് പോലെ കുടുക്കി കുരുക്കി വീടിനകത്തിട്ട് കരിച്ചു കളയാൻ വാദിക്കുന്ന പൈശാചിക വെല്ലുവിളി ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ.
ഓ ഹല്ലേലൂയ. പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ആമേ, ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം ചലിക്കുന്നത് ഞാൻ ആത്മാവിൽ ദർശിക്കുന്നുണ്ട്. ഇല്ല ആമേ, ബാബിലോണ്യ കാൽച്ചട്ടകൾക്ക് വാഗ്ദത്തം ഉള്ളവന്റെ മൂവ്മെന്റിന് നിന്റെ കൊച്ചിന്റെ വിദ്യാഭ്യാസം തീർന്നില്ല, നിന്റെ കൊച്ചിന്റെ ഭാവി തകർന്നിട്ടില്ല, നിന്റെ ബിസിനസ് മുക്കോണം മുടിഞ്ഞ് ഉമ്മം കുരുത്തിട്ടില്ല, നിന്റെ വീട് നശിച്ചിട്ടില്ല, നിന്റെ ദർശനം തീർന്നിട്ടില്ല, നിന്റെ ശുശ്രൂഷ അവസാനിച്ചിട്ടില്ല, നിന്റെ ഭാവി അടഞ്ഞിട്ടില്ല, നിന്റെ വഴി അടഞ്ഞിട്ടില്ല. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ഇന്ന് രാത്രി ഞാൻ കൽപ്പിക്കുന്നു, യഫദ, തുറന്നു വരിക, തുറന്നു വരിക, തുറന്നു വരിക. ഒന്ന് സ്തോത്രം ചെയ്ത് ആ ദൂതനെ സ്വീകരിച്ച് അധികാരമുള്ള നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, തുറന്നു വരിക, തുറന്നു വരിക, തുറന്നു വരിക. പ്രിയപ്പെട്ടവരെ, എന്നും പ്രതിസന്ധിയല്ല, എന്നും ബന്ധനമല്ല, എന്നും പോരാട്ടമല്ല. ആ ചിന്തകളെ താലോലിക്കുന്നത് അവസാനിപ്പിക്കുക. ഗൗരവമായിട്ട് നിങ്ങൾക്ക് കേൾക്കാമെങ്കിൽ കേൾക്ക്. ആമേ, യേശുവിനെ അടക്കിയത് വെള്ളിയാഴ്ചയാണെങ്കിൽ അന്ന് പ്രേതശീലകൾ കൊണ്ട് യേശുവിനെ ചുറ്റിയച്ചാണ് കല്ലറയിൽ വെച്ചത്. അനങ്ങാൻ മേല, കൈ അനങ്ങില്ല, കാലനങ്ങില്ല, മൂവ്മെന്റുകളെല്ലാം ലോക്ക് ചെയ്ത് ചുറ്റി 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 കല്ലറയ്ക്കകത്ത് വെച്ചു. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദുഃഖത്തിൻ്റെ വെള്ളി, നിശബ്ദതയുടെ ശനി. ഞായറാഴ്ച രാവിലെ ആയപ്പോൾ വെള്ളിയാഴ്ച യേശുവിനെ ചുറ്റിയ തുണി ഞായറാഴ്ച യേശു ചുരുട്ടി വെച്ചേച്ചാ പോയത്. നിന്നെ ചുറ്റിയ പ്രതിസന്ധികളെ നീ ചുരുട്ടുന്ന ദിവസം വരുന്നു. ഓ ഹല്ലേലൂയ. നിന്നെ ചുറ്റിയ പ്രോബ്ലത്തെ നീ ആ പ്രോബ്ലം നിന്റെ കയ്യിലിരുന്ന് ചുരുളാൻ പോകുകയാണ്. നിങ്ങൾ വിശ്വസിച്ചോണ്ടൊന്ന് സ്തോത്രം ചെയ്ത് അതിനി വേറൊരു പ്രവചനം കേൾക്കണ്ട. വിശ്വാസത്താൽ ദൂത് സ്വീകരിക്ക്. നിന്നെ ചുറ്റിയ പ്രശ്നത്തെ നീ ചുരുട്ടുന്ന ഒരു സീസൺ. ഞാൻ ദൂതിന്റെ ഗൗരവം പറഞ്ഞ് അതിന്റെ കൺക്ലൂഷനിലേക്ക് വരാം. ഗൗരവമായിട്ട് നിങ്ങൾ കേൾക്ക്. ആ ഒലിവിന്റെ ഇല വെള്ളത്തിന്റെ മേളി വന്ന് നിൽക്കുകയാ. ഒലിവിലോട് ഞാൻ ചോദിക്കുന്നു, എന്താ നിന്റെ പ്രതീക്ഷ? അറിയില്ല, എനിക്ക് തളർക്കാതിരിക്കാൻ പറ്റില്ല. മേളി വരുമ്പോൾ ഒരു പ്രാവ് വന്ന് പറന്ന് അതിനെ കൊത്തിയെടുത്തുകൊണ്ട്, ഒരു പ്രാവ് വന്ന് പറന്ന് അതിനെ കൊത്തിയെടുത്തുകൊണ്ട് പോവുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഹോളി സ്പിരിറ്റ് ചലിച്ചാൽ പുതിയ ആരംഭങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. അന്ന് വരെയുള്ള ലൈഫ് പാറ്റേൺ മാറുന്നു, ലൈഫ് സ്റ്റൈല് മാറുന്നു. അന്ന് വരെ കണ്ട ആളുകളെ അല്ല ഇനി കാണാൻ പോകുന്നത്. ലോകം മുഴുവൻ മാറി. നോഹയുടെ കാലം വന്നപ്പോൾ പുതിയ തലമുറ ഉണ്ടാകുകയാണ്. പഴയതെല്ലാം കഴിഞ്ഞു. നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രഖ്യാപിച്ച്, നിങ്ങൾ ഇന്നലെ കണ്ടത് നിങ്ങളുടെ വീടിൻ്റെ തകർച്ച, തലമുറയുടെ തകർച്ച, മാർക്ക് കുറയുന്നത്, ഭർത്താവിൻ്റെ ജോലി നന്മ കുറയുന്നത്, ആരോഗ്യം കുറയുന്നത്, ആമേ വീട്ടിലുള്ളവർക്ക് രോഗം വരുന്നത്, ആമേ ഓട്ടയുള്ള സഞ്ചിക്കകത്ത് കൂലിക്കാരെ കൂലിടുന്ന പോലെ നിങ്ങളുടെ നന്മ ചോരുന്നത്, നിങ്ങളുടെ കണ്ണിലോട്ടൊന്ന് കൈവച്ച് സ്തോത്രം ചെയ്തു. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് അതല്ല. പുതിയ തുടക്കങ്ങൾ നിങ്ങൾ കാണാൻ പോകുന്നു, പുതിയ ആരംഭങ്ങൾ നിങ്ങൾ കാണാൻ പോകുന്നു. ഇന്നലെ വരെ കണ്ട ദുരന്തങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പുറത്തു പോട്ടെ. ഇന്നലെ വരെ കണ്ട തകർച്ചകൾ ഇനി നിങ്ങൾ കാണത്തില്ല. കാരണം ഹോളി സ്പിരിറ്റ് ഒഴുകുന്നു, എണ്ണ ചലിക്കുന്നു, ആത്മാവ് ഒഴുകുന്നു. ഇനി കാണുന്നത് വേറെ കാഴ്ചയാണ്, വേറെ കാഴ്ചയാണ്. ആമേൻ. യോബിന്റെ പുസ്തകം 14-ാമത്തെ അധ്യായം, അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്, അത് വെട്ടിയാൽ പിന്നെയും പൊട്ടി കിളിർക്കും. അവിടെ രണ്ട് വാക്കുകൾ നമ്മളെ വേദനിപ്പിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട്. ഒന്ന്, അതിൻ്റെ കുറ്റി കെട്ടുപോയാലും, രണ്ട്, വേര് പഴകിയാലും. ഞാൻ എണ്ണ എന്നുള്ള വിഷയമായി പറഞ്ഞു വരുന്നത് ആത്മാവിനാലുള്ള അതിജീവനമാണ് ഞാൻ ഈ പറയുന്നത്. രണ്ട് വാക്കുകൾ, ഒന്ന് കുറ്റി കെട്ടു, രണ്ട് വേര് പഴകി. എന്തിനാ ഈ വേരിനോട് പിശാച് പോരാടുന്നറിയാമോ? ഈ വേരിലൂടെ വേണം നന്മ വീട്ടിൽ വരാൻ. ഒരു വൃക്ഷം പച്ചയാകേണ്ടത് അതിൻ്റെ വേരിലൂടെയാ. ആ വേരിന് വെള്ളവുമായിട്ട് ബന്ധം വരുമ്പോഴാണ് ആ വൃക്ഷം പച്ചയാകുന്നത്. അപ്പോൾ വീട്ടിലേക്ക് നന്മ വരുന്ന റൂട്ടിനെ ശത്രു ബാധിക്കുന്നു. വീട്ടിലേക്ക് ഉയർച്ച വരുന്ന റൂട്ടിന് അത് തലമുറയാണോ, തലമുറയെ ബ്ലോക്ക് ചെയ്യുന്നു. അത് നിന്റെ വീടിൻ്റെ ജോലിയാണോ, അതിനെ ബ്ലോക്ക് ചെയ്യുന്നു. പക്ഷെ ഇന്ന് രാത്രി നിങ്ങൾ എഴുതി വച്ചോണം, ആ റൂട്ടിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി ചലിക്കാൻ പോകുകയാണ്. ആമേ. ആ ദ്രവിച്ച വേര് ഇന്ന് രാത്രി ദൈവത്താൽ പച്ചയാകാൻ. ഓ,
എനിക്കറിയില്ല പ്രിയരെ, ഞാൻ ഇന്ന് രാത്രി ഈ സ്റ്റുഡിയോയിൽ നിൽക്കുമ്പോൾ ഹോളി സ്പിരിറ്റ് എൻ്റെ അകത്ത് കടൽ പോലെ ഇരമ്പി എന്നോട് പറയുന്നു, ആമേ, പിശാച് ദ്രവിപ്പിച്ച ചില റൂട്ടുകൾ ഇന്ന് സ്വർഗം റീഓപ്പൺ ചെയ്യാൻ പോകുകയാണ്. പിശാച് തകർത്ത ചില റൂട്ടുകൾ, ചില വേരുകൾ, ഓ ഹല്ലേലൂയ, ചില റൂട്ടുകൾ നിങ്ങളൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചേ. ഇന്ന് രാത്രി ആ റൂട്ടുകൾ തുറക്കട്ടെ. അത് ഉയർച്ചയുടെ, അത് നന്മയുടെ, അത് ഭാവിയുടെ. ഓ ശബലബ ഹംദലറബൗഷിയാന, ഇന്ന് രാത്രി ആ റൂട്ടുകൾ റീഓപ്പൺ ചെയ്യട്ടെ. ഓ, അത് പറയുമ്പോൾ ഹോളി സ്പിരിറ്റ് എൻ്റെ ഉള്ളത്തിൽ കൊണ്ടുതരുന്നൊരു ദൂത് ഞാൻ പറയാം. ഒരു രാത്രി മുഴുവൻ വീശിയ വല, ഒറ്റ മീൻ കിട്ടിയില്ല. ഒരു രാത്രി മുഴുവൻ കൊണ്ടു നടന്ന വള്ളം, ഒറ്റ മീൻ കയറിയില്ല. ഒരു രാത്രി മുഴുവൻ അലഞ്ഞ കടല്, ഒരു നന്മയും കിട്ടിയില്ല. കടല് പ്രശ്നം, വള്ളം പ്രശ്നം, വല പ്രശ്നം. ആ വല കഴുകുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ നിന്റെ വള്ളത്തെ കയറുക, എൻ്റെ പ്രസൻസ് നിന്റെ കൂടെ വരികയാ, എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ വരികയാ. എന്നിട്ട് കഴിഞ്ഞ രാത്രി മുഴുവൻ പത്രോസ് വീശിയത് ബുദ്ധി പറഞ്ഞിടത്താ. എന്നാൽ ഇന്ന് രാവിലെ വല വീശുന്നത് യേശു പറഞ്ഞിടത്താണ്. ബുദ്ധി പറഞ്ഞിടം നിനക്ക് തോൽവി തരുമ്പോൾ അഭിഷേകം പറയുന്ന സ്ഥലം നിന്റെ നിറവിൻ്റെ സ്ഥലമാണ്. ബുദ്ധി പറഞ്ഞിടത്ത് നീ തോക്കും. രാവിലെ യേശു വള്ളത്തെ കയറി വചനം പറഞ്ഞിട്ട് യേശു പറയുന്നു, പത്രോസെ ആഴത്തിലേക്ക് നീക്ക്, വലയിറക്ക്. ഞാൻ ഇന്ന് രാത്രി എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നു. കാരണം എന്നറിയോ, കഴിഞ്ഞ രാത്രി തോറ്റ വല, കഴിഞ്ഞ രാത്രി വീശി മടുത്ത വല, തകർന്ന വല, കഴിഞ്ഞ രാത്രിയിൽ അലഞ്ഞു നടന്ന വള്ളം, കഴിഞ്ഞ രാത്രിയിൽ ഒരു നന്മ പോലും തരാത്ത കടല്, വല പഴയത്, വള്ളം പഴയത്, കടല പഴയത്. ഈ മൂന്ന് സാധനങ്ങളും പത്രോസിനോട് യുദ്ധം ചെയ്യുമ്പോൾ ആമേൻ. പക്ഷേ ഈ വലയുടെയും വള്ളത്തിൻ്റെയും കടലിൻ്റെയും നേച്ചർ മാറി. എങ്ങനെ മാറി? പത്രോസിൻ്റെ വള്ളത്തെ വേറൊരാൾ കയറി. നിന്നോട് ഇടഞ്ഞ കടല് നിന്റെ മുമ്പിൽ ഒരു മുട്ടാടിനെ പോലെ നിൽക്കും. നിന്നോട് ഇടഞ്ഞ വല നിന്റെ മുമ്പിൽ ഒതുങ്ങും. നിന്റെ നന്മ കയറാത്ത വള്ളം നാളെ നന്മ കയറുന്ന സ്ഥലമായി മാറും. കോട്ടയത്ത് താമസിക്കുന്നവൻ പ്രശ്നം മാറാൻ തിരുവല്ലയിലോട്ട് സ്ഥലം മാറണ്ട. യാത്രാ സൗകര്യത്തിന് വേണ്ടി വേണേ മാറിക്കോ. അല്ലെങ്കിൽ ദുബൈയിലുള്ളവൻ അബുദാബിക്ക് പോകണ്ട. നീ നിൽക്കുന്ന കടലിൽ നിന്നെ മാനിക്കാൻ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. നീ തോറ്റ സ്ഥലത്ത് നിന്നെ മാനിക്കാൻ സ്വർഗത്തില് ഇന്ന് രാത്രി ഞാൻ ആ ദൈവം മഹത്വം അനുഭവിക്കുന്നുണ്ട്. എവിടെയോ ദൈവത്തിന്റെ പ്രോജക്റ്റുകൾ ഇന്ന് രാത്രി ഹോളി സ്പിരിറ്റിൽ സർവൈവ്. ഇന്ന് രാത്രി ഏതൊക്കെയോ വീടുകൾ കടലിന്റെ അക്കരെ ഈ ദേശത്ത് ഏതോ വാഹനത്തിൽ, ഏതോ തലമുറയിൽ, ഏതോ വ്യക്തിയിൽ ഇന്ന് രാത്രി അത് സംഭവിക്കുകയാ. നിങ്ങൾ നോക്ക്, ഞാൻ വായിച്ച കുറിവാക്യത്തിലേക്ക് മടങ്ങി വന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു വീട്ടിൽ വലിയ പ്രശ്നം. എന്താ എടുക്കേണ്ട തീരുമാനം? വാടാ മക്കളെ, നമുക്ക് പോയി ട്രെയിനിന്റെ മുമ്പിലേക്ക് ചാടാം. അതല്ലേ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. വാ, നമുക്ക് വിഷം കുടിക്കാം. വാ, നമുക്ക് ആരും കാണാത്തൊരു സ്ഥലത്ത് പോയി വാഹനത്തിന്റെ അകത്തിരുന്ന് വിഷം കഴിച്ച് മരിക്കാം. അവിടെ ഇരുന്ന് ചീഞ്ഞ് പുഴുക്കട്ടെ, നാട്ടുകാരെ കാണട്ടെ, വിരോധികൾ കൈയടിക്കട്ടെ. എനിക്ക് വീട്ടിലെ അമ്മയുടെ തീരുമാനം ഇഷ്ടപ്പെട്ടു. ജീവിതത്തോട് പൊരുതാൻ അവൾ തീരുമാനിച്ചു. എങ്ങനെ പൊരുതണം? ബുദ്ധി കൊണ്ടല്ല. എങ്ങനെ പൊരുതണം? കഴിവ് കൊണ്ടല്ല. എങ്ങനെ പൊരുതണം? ബലം കൊണ്ടല്ല. എങ്ങനെ പൊരുതണം? മനുഷ്യരുടെ സഹായം കൊണ്ടല്ല. ദൈവത്തെ കൂട്ടുപിടിച്ചവൾ വിഷയങ്ങളോട് പൊരുതാൻ തുടങ്ങി. അവൾ പൊരുതാൻ തുടങ്ങുമ്പോൾ അവൾക്ക് വേണ്ടി ആ എണ്ണയുടെ പകർച്ച അവളുടെ വീടിനകത്ത് വരാൻ തുടങ്ങി. ആ എണ്ണ അവളുടെ വീടിനകത്ത് ഒഴുകാൻ തുടങ്ങുമ്പോൾ അവളുടെ പ്രശ്നങ്ങൾ ആ എണ്ണയാൽ പരിഹരിക്കപ്പെടാൻ തുടങ്ങി. ഇന്ന് രാത്രി നിങ്ങൾ എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? ഹോളി സ്പിരിറ്റ് കൊണ്ട് ഒരു സർവൈവ് എവിടെയൊക്കെയോ സംഭവിക്കാൻ പോകുകയാണ്. ഈ ദൂത് ഇന്ന് രാത്രി നിങ്ങളോട് പറയാൻ ആത്മാവിനെ നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു, എവിടെയൊക്കെയോ ഇതിൻ്റെ റിസൾട്ട് നാളെയല്ല, റൈറ്റ് നൗ, ഇന്ന് ഇപ്പോൾ ഈ സെക്കൻഡിൽ ഹോളി സ്പിരിറ്റ്
ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആമേൻ. ഒറ്റ രാത്രി കൊണ്ട് ബദാമിന്റെ കമ്പിനെ തളിർപ്പിച്ച സ്വർഗത്തിലെ ദൈവം അവൻ മരിച്ചു പോയിട്ടില്ല. ഇന്ന് രാത്രി അവൻ ജീവനോടെ ഇരിക്കുകയാണ്. ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കേ ദൈവമക്കൾ, ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കേ. ആമേൻ. കൃപയുള്ളവരെന്ന് സ്തോത്രം ചെയ്യാൻ തുടങ്ങിക്കേ. ആ വിടുതൽ എവിടെയോ ദൈവത്താൽ ചലിച്ചു തുടങ്ങുകയാണ്. ചിന്തകൾക്കപ്പുറം, വിചാരത്തിനപ്പുറം, നിലവുകൾക്കപ്പുറം ഈ എണ്ണ ചില വീടുകളിൽ ഒഴുകട്ടെ. ആ എണ്ണയുടെ ഒഴുക്ക് നിന്റെ ചരിത്രത്തെ പൊളിച്ചെഴുതുകയാണ്. എത്ര പേര് പ്രാർത്ഥിക്കാൻ തുടങ്ങും? ആമേൻ. ചില മിനിറ്റുകൾ നാം ഒന്ന് സ്തോത്രം ചെയ്യാൻ വേണ്ടി സമയമെടുക്കുകയാണ്. പിന്നെയും പിന്നെയും പരിശുദ്ധാത്മാവിനെ എഴുതി കാണിക്കുന്നു. ആത്മാവിനാൽ ഒരു കൂട്ടം ജനം ഇന്ന് രാത്രി സർവൈവ് ചെയ്യുകയാണ്. ആത്മാവിനാൽ ഒരു കൂട്ടം ജനം ഇന്ന് രാത്രി സർവൈവ് ചെയ്യുകയാണ്. നിന്റെ വീട് ഇന്നലെ വരെ കടത്തിന്റെ വീട്, ഇന്നലെ വരെ തകർച്ചയുടെ വീട്, ഇന്നലെ വരെ വീഴ്ചയുടെ വീട്, ഇന്നലെ വരെ വേദനയുടെ വീട്, ഇനി ആ വീട് അങ്ങനെയുള്ളൊരു വീടല്ല, അതൊരു പകർച്ചയുടെ വീട്. ദൈവം ചില വീടുകളെ സ്വപ്നം കാണുന്നു. ആമേ. മാതാവേ, സഹോദരിയെ, പിതാവേ, കുഞ്ഞെ, നിന്റെ വീടിനെ കുറെ നാളായിട്ട് ഇട്ട് ഇളക്കിയത് എന്തിനാണെന്നറിയോ? നിന്റെ വീട്ടിൽ റിവൈവൽ നടക്കാൻ. നമുക്ക് ഒരുമിച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. നിന്റെ വീടിനകത്തൊരു വലിയ റിവൈവൽ നടക്കാൻ പോകുന്നു. നിന്റെ വീടിനകത്തൊരു പകർച്ച. ആത്മാവിനാൽ നീ സർവൈവ് ചെയ്യും. ആത്മാവിനാൽ നീ സർവൈവ് ചെയ്യും. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. വീട്ടിലാണെങ്കിൽ, ആമേ, വാഹനത്തിലാണെങ്കിൽ, യാത്രയിലാണെങ്കിൽ പ്ലീസ് പ്രാർത്ഥിച്ച്. സ്വർഗീയ പിതാവേ, ഈ ദൂതിനാൽ ഈ ജനം വിടുവിക്കപ്പെടട്ടെ. ഹോളി സ്പിരിറ്റ് ഒഴുകട്ടെ. ആത്മാവ് ചലിക്കട്ടെ. ജനം സർവൈവ് ചെയ്യട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ച് ഈ ജനത്തെ റിലീസ് ചെയ്യുന്നു. ഇപ്പോൾ അങ്ങനെ സംഭവിക്കട്ടെ. സൗഖ്യങ്ങൾ നടക്കട്ടെ. സർവൈവ് നടക്കട്ടെ. ദൈവം അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. ലോർഡ്, വി ബിലീവ് ഇൻ യുവർ മിറാക്കിൾസ്. നിന്റെ അത്ഭുതങ്ങളെ ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ,